അതിക്രമം നവകേരള യാത്രയിലുണ്ടായ അതിക്രമം അത് ഈ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ന്യായീകരിച്ച മുഖ്യമന്ത്രിയുടെ നടപടി വ്യാപക വിമർശനത്തിന് വിധേയമായിരുന്നു. പിന്നാലെ നവകേരള സുരക്ഷ ഒരുക്കിയ പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാൻ തീരുമാനമായിരിക്കുന്നു. 44 ദിവസം രാപകലില്ലാതെ അവധി പോലും ഉപേക്ഷിച്ച് മന്ത്രിപ്പടയെ സംരക്ഷിക്കാൻ പോലീസിന്റെ അശ്രാന്ത പരിശ്രമം നടത്തിയെന്നുള്ളത് ശരിയാണ്. രക്ഷാപ്രവർത്തകരെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച തല്ലുകാരെ സംരക്ഷിക്കുകയും കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരെ തല്ലിച്ചതയ്ക്കുകയും ചെയ്ത പോലീസ് യഥാർത്ഥത്തിൽ ബഹുമതി അർഹിക്കുന്നുണ്ടോ? ആലപ്പുഴയിൽ ഇറങ്ങിയടിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥനെതിരെ ചെറുവിരലനക്കാതിരുന്ന പോലീസിനോട് ഒടുവിൽ കോടതിക്ക് പറയേണ്ടി വന്നു. നിരത്തിലെ പ്രതിഷേധത്തിനിടെ CPM-കാരെയും DYFI-കാരെയും അഴിഞ്ഞാടാൻ വിട്ടതിൽ പോലീസിന്റെ നിഷ്ക്രിയത്വത്തിനും പങ്കില്ലേ? പ്രൈം ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. തല്ലുന്ന പോലീസിനെ തലോടുന്ന സർക്കാരും. റിട്ടയർഡ് SP ശ്രീ സക്കറിയ ജോർജ് ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ഫർസീൻ മജീദ് യൂത്ത് കോൺഗ്രസ് നേതാവ് കണ്ണൂരിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അഡ്വക്കേറ്റ് BN ഹസ്കർ ഇടനിരീക്ഷകനും ഈ ചർച്ചയിലുണ്ട്. ശ്രീ MK ഹരിദാസ് പ്രോപ്പർ ചാനലിന്റെ പ്രതിനിധി, അദ്ദേഹവും ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. നമുക്ക് ആദ്യം അജയ് ജുവൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അജയ് ജുവലിനെയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപം വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചത്. അജയ് ജുവൽ ഈ വിഷയത്തിൽ പരാതി കൊടുത്തു. ആലപ്പുഴ സ്റ്റേഷനിലും ഒപ്പം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും സൗത്ത് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി. പക്ഷേ ഒരു നടപടിയും സ്വീകരിക്കാൻ പോലീസ് ധൈര്യപ്പെട്ടില്ല. ഏറ്റവും ഒടുവിൽ കോടതിയെ സമീപിക്കുന്നു. കോടതി ഈ സുരക്ഷാ ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകുന്നു. തുടർന്ന് കേസെടുക്കുന്നു. ക്രിസ്തുമസ് കഴിഞ്ഞുള്ള ദിവസം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അജയ് ജുവൽ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അജയ് ജുവൽ, ഞാൻ പറഞ്ഞതിനല്ലേ കാര്യം? താങ്കൾ പോലീസിനെ സമീപിച്ചിരുന്നു നിരവധി തവണ, ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലും ഒപ്പം ജില്ലാ പോലീസ് മേധാവിക്കും. അപ്പോഴൊക്കെയുള്ള പോലീസിന്റെ പ്രതികരണം എന്തായിരുന്നു അജയ്? അജയ് കേൾക്കാമോ? ഈ പ്രശ്നം ഉണ്ടായ ശേഷം ഞാൻ പിറ്റേ ദിവസം തന്നെ, അതായത് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ പിറ്റേ ദിവസം തന്നെ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നതാണ്. ആ കേസ് കൊടുത്ത് 2 ദിവസമായിട്ടും യാതൊരു തരത്തിലുള്ള നടപടികളും പോലീസ് എടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ സ്വാഭാവികമായും ഞാൻ SP-ക്ക് പരാതി നൽകി. ആ പരാതി കൊടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ടും ഇതിൽ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. നമുക്ക് വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. കാര്യം പിണറായിയുടെ പോലീസ് ആകുമ്പോൾ സ്വാഭാവികമായും ഇതിൽ നടപടിയെടുക്കില്ല. കാര്യം പ്രതികളായിട്ട് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് ഗൺമാനായിട്ടുള്ള അനിൽകുമാറും അതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥരായിട്ടുള്ള സന്ദീപും മറ്റ് കണ്ടാലറിയാവുന്ന 2 പേരും ആണ് നമ്മൾ ഇതിൽ എതിർകക്ഷികളായി പറയുന്നത്. സ്വാഭാവികമായും പോലീസിനെതിരെ കേസെടുക്കാൻ തയ്യാറാവില്ല എന്നുള്ള മുൻവിധി നമുക്ക് ഉണ്ടായിരുന്നു. നമ്മൾ അതിനുശേഷം ഞാനും KSU ജില്ലാ പ്രസിഡന്റും AD തോമസും ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമീപിക്കുകയും ഒരു CMD ഫയൽ മൂവ് ചെയ്യുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് കോടതി FIR ഇട്ട് കേസ് അന്വേഷിക്കുവാൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. ഇപ്പോൾ ഈ ക്രിസ്മസിന് ശേഷം ഹാജരാകാനാണ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. താങ്കൾ ഇപ്പോൾ കോടതിയെ സമീപിച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഒടുവിൽ കോടതി ഇടപെടുന്നു. പോലീസിൽ നിന്ന് ഒരു തരത്തിലുള്ള നീതിയും ഇക്കാര്യത്തിൽ താങ്കൾക്ക് ലഭിക്കുന്നില്ല. അന്ന് ഗൺമാൻ ഇങ്ങനെ പെരുമാറുമെന്ന് അപ്രതീക്ഷിതമായ സംഭവമായിരുന്നു. അത് പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. അതിനുശേഷം സമീപത്ത് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ നിലപാട് എന്തായിരുന്നു ആ സമയത്ത്? മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയ ശേഷം അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ പോലീസ് എന്നെയും KSU ജില്ലാ പ്രസിഡന്റിനെയും പോലീസിന്റെ കസ്റ്റഡിയിൽ നിർത്തിയിരിക്കുകയാണ്. ഒരു കടയോട് ചേർത്ത്, റോഡ് സൈഡിനോട് ചേർത്താണ് ഞങ്ങൾ നിർത്തിയിരുന്നത്. ഞങ്ങൾ മുഖ്യമന്ത്രി പറയുന്ന റോഡിലിറങ്ങി വാഹനത്തിന് മുമ്പോട്ട് ചാടിയിട്ടില്ല. ഞങ്ങൾ അതിന്റെ റോഡ് സൈഡിൽ അദ്ദേഹത്തിന്റെ വാഹനം കടന്നുപോയപ്പോഴാണ് ഞങ്ങൾ പ്രതിഷേധ മുദ്രാവാക്യമായി ബസ്സിനൊപ്പം കടന്നു നീങ്ങിയത്. ബസ് പോയി കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പോലീസ് ഒരു കടയുടെ ഓരത്തോട് ചേർത്ത് നിർത്തി. എന്നാൽ ബസ്സിന് പിറകിൽ വന്ന വാഹനമായിട്ടുള്ള ഒരു കിയ കാർണിവൽ, മുഖ്യമന്ത്രിയുടെ വാഹനമായ കിയ കാർണിവലിൽ നിന്ന് ഒരു വെള്ള ഷർട്ടിട്ട ഗൺമാൻ അനിൽകുമാർ ആയിരുന്നു ഇറങ്ങി വന്ന് എന്നെയും എന്റെ സുഹൃത്തായ KSU ജില്ലാ പ്രസിഡന്റിനെയും മർദ്ദിക്കുകയാണ്. ആദ്യം അടിച്ചത് ഞങ്ങൾ അപ്രതീക്ഷിതമാണ്. കാര്യം സ്വാഭാവികമായും പോലീസ് കസ്റ്റഡിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്രതീക്ഷിതമായി ഞങ്ങളുടെ KSU ജില്ലാ പ്രസിഡന്റ് തലക്കിട്ട് ഈ അനിൽകുമാർ അടിക്കുകയാണ്. അപ്പം തന്നെ അനിൽകുമാർ വന്ന വാഹനത്തിൽ തൊട്ട് പിന്നാലെ വന്ന വാഹനത്തിൽ നിന്ന് 3ഓളം പേര്, സന്ദീപിന്റെ കൂടെ 2 പേരും ഇറങ്ങി വന്ന്
തുരു അടിക്കുക. ഞാൻ എന്റെ കൈ കൊണ്ട് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ തോമസിന്റെ തല പൊട്ടി അദ്ദേഹത്തിന് മരണം വരെ സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. അത്രയും ഭീകരമായ രീതിയിലാണ് അടിക്കുന്നത്. അത് ഒരു കാരണവശാലും ആ ഗൺമാൻ അത് ഇറങ്ങി വരേണ്ട യാതൊരു തരത്തിലുള്ള സാഹചര്യവും അവിടെ ഇല്ല. ഞങ്ങൾ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറി പോലീസ് പറയുന്നത് അനുസരിച്ച് പോലീസിന് വിധേയപ്പെട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മൾ ഒരു അതിനെ തടസ്സപ്പെടുത്തുകയും മറ്റെന്തെങ്കിലും ചെയ്താൽ ഗൺമാൻ ഇറങ്ങി വരുന്നതിന് അർത്ഥമുണ്ടെന്ന് പറയാം. അദ്ദേഹം വന്ന വാഹനവും അതിന്റെ പിന്നാലെ വന്ന വാഹനവും വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങി വന്ന് തല്ലി തിരിച്ചുപോയി കയറി പോവുകയാണ്. ഈ പോലീസിന്റെ നിലപാട് ഈ മർദ്ദനം, അജയ്, പോലീസിന്റെ നിലപാട് ഈ മർദ്ദനം എന്ന് പറയുന്നത് പ്രതിഷേധം തടയുമ്പോഴുള്ള സാധാരണ നടപടി മാത്രമെന്നാണ് പോലീസ് നിലപാടെടുത്ത അന്ന് എത്തിക്കൊടുത്ത റിപ്പോർട്ട് അങ്ങനെയായിരുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. അവിടെ നിന്നിരുന്ന പോലീസുകാരുടെ കസ്റ്റഡിയിൽ ഞങ്ങൾ നിൽക്കുകയാണല്ലോ. അവിടെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിൽക്കുമ്പോൾ വീണ്ടും പുറത്തുനിന്ന് വരുന്ന വേറൊരു ആൾക്കാർ അടിക്കേണ്ട കാര്യമില്ലല്ലോ. ആ പോലീസിനാണ് ഇന്ന് അജയ്, ആ പോലീസുകാർക്കാണ് ഇന്നിപ്പോൾ ഗുഡ് സർവീസ് എൻട്രി നൽകാൻ ADGP ശുപാർശ ചെയ്യുന്നു. അത് ഒരുപക്ഷെ അവർക്ക് നൽകുകയും ചെയ്തു. സേവനം, ഈ നവകേരള യാത്രയിലുടനീളം നടത്തിയ സേവനത്തിന്റെ പ്രതിഫലമായി. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഞങ്ങളെ പിടിച്ചു വെച്ചിരുന്ന കുറച്ച് പോലീസുകാരുണ്ടായിരുന്നു. അവർ വളരെ മാന്യമായി നമ്മളെ നിയമപരമായി ഞങ്ങൾ അവർക്ക് വിധേയപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഞങ്ങളെ വന്ന് അടിച്ചപ്പോൾ ഒരു പോലീസുകാരൻ തടയാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ കൈക്ക് പരിക്കൊണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഗൺമാനൊക്കെ അടിച്ച് അദ്ദേഹത്തിനൊക്കെ വല്ലതും കൊടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടെന്ന് പറയാം. അതല്ലാതെ ഈ അക്രമത്തിന് കൂട്ടുന്ന പോലീസ് ഡിവൈഎഫ്ഐക്കാര് അടിക്കുമ്പോൾ പോലീസ് കൂട്ടാളികളെ പല സ്ഥലങ്ങളും നോക്കി നിൽക്കുകയാണ്. ഏത് എവിടെയാണ് പോലീസ് ഈ ഒരു പ്രതിഷേധം വരുമ്പോ മറ്റു പാർട്ടിക്കാർ അല്ലെങ്കിൽ മറ്റു ഗുണ്ടകൾ വരുമ്പോ പോലീസ് അവിടെ നോക്കൂത്തിലെ പോലെ നോക്കി നിൽക്കുക. നമ്മൾ പലയിടത്തും കാണുകയല്ലേ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായ വിഷയത്തിലും പോലീസ് അവിടെ നിൽക്കുമ്പോഴാണ് ഈ അക്രമം മുഴുവൻ ഒരു വീട്ടിൽ കയറി നടത്തുന്നത്. അവിടെ നോക്കൂത്തിലായി നോക്കിയിരിക്കുന്ന പോലീസുകാർക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു അവാർഡ് നൽകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോ അജയെ സഹായിക്കാൻ ശ്രമിച്ച പോലീസുകാരും ഉണ്ടായിരുന്നല്ലേ, തല്ലുകൊള്ളാതെ? അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ പോലീസ്. കാര്യം നമ്മൾ യാതൊരു തരത്തിലുള്ള പ്രകോപനം അവിടെ ഉണ്ടാക്കിയിട്ട് നല്ല പോലീസുകാരും ഉണ്ട്. എല്ലാവരെയും അറച്ചല്ലോ പറയുന്നത്. ഗൺമാനും പോലീസുകാരനാ, അങ്ങനെയുള്ള പോലീസും ഉണ്ട്. ശരി, നന്ദി. അജയ് ജുവൽ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അജയ്യാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി തല്ലിയത് ആലപ്പുഴയിട്ട്. അവരെ തടയാൻ കാര്യമായി പോലീസിന്റെ ഭാഗത്ത് ശ്രമം ഉണ്ടായില്ല. ഒടുവിൽ അജയ് പോലീസിനെ സമീപിക്കുന്നുണ്ട് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട്. പക്ഷേ പോലീസ് തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ അജയ് കോടതിയെ സമീപിക്കുന്നു. ആലപ്പുഴ കോടതി ഉത്തരവിട്ടതിനെ തുടർന്ന് ക്രിസ്തുമസിന് ശേഷം, അതായത് നാളെയോ മറ്റന്നാളോ, ഈ ഗൺമാന് പോലീസിന്റെ ചോദ്യം ചെയ്യലിന് വിധേയരാകേണ്ടി വരും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, പോലീസിന് ഗുഡ് സർവീസ് എൻട്രി, അത് ഗുഡ് സർവീസ് എൻട്രി എന്നൊക്കെ പറഞ്ഞാൽ അസാധാരണമായ സാഹചര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള സേവനം നടത്തിയാൽ കൊടുക്കാറുണ്ട് ഗുഡ് സർവീസ് എൻട്രി, നമുക്കറിയാം. മറ്റു ചില പ്രത്യേക കാര്യങ്ങളുണ്ട് നൽകുന്നതിന്. പക്ഷേ ഇവിടെ എന്തിനാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മൾ കണ്ടതാണ്, നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഒരുക്കിയത് പോലീസല്ല, DYFIയും CPIMകാരുമായിരുന്നു. ശരിക്കും അവർക്കല്ലേ ഗുഡ് സർവീസ് എൻട്രി അല്ലെങ്കിൽ നല്ല സേവനത്തിലുള്ള അംഗീകാരം കൊടുക്കേണ്ടത്? രഞ്ജിത്തെ, 36 ദിവസത്തെ നവകേരള യാത്ര അവസാനിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പുതിയ മാറ്റത്തിന്, ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് തിരിക്കുന്ന ഒരു വലിയ പ്രഭാതത്തിലാണ് നാം നിൽക്കുന്നത്. സ്വാഭാവികമായും അത്തരമൊരു മാറ്റം കാണുമ്പോൾ വിമർശകർക്കും അതുപോലെ കോൺഗ്രസിനും UDFനും ഒക്കെ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാവും. ആ അസ്വസ്ഥതയിൽ നിന്ന് ഏതൊക്കെ തരത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ വിമർശിക്കാൻ കഴിയുമോ അങ്ങനെ വിമർശിക്കണം. അങ്ങനെ വിമർശിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന പ്രചരണങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് പോലീസിന് നൽകിയിട്ടുള്ള ഗുഡ് സർവീസ് എൻട്രി എന്ന് പറയുന്നത്. സ്വാഭാവികമായും അങ്ങനെ കരുതുമ്പോൾ കേരളത്തിലെ പോലീസ് ഏറ്റവും കൂടുതൽ രക്തരൂക്ഷിതമായി പ്രവർത്തിച്ചുള്ള ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ 36 ദിവസങ്ങൾ എന്ന തരത്തിൽ പ്രചരണം നടത്തുന്നതിന് വേണ്ടിയാണ് ചിലർ ശ്രമിച്ചു വരുന്നത്. നമുക്കറിയാം, കേരള ചരിത്രത്തിൽ സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ ആദ്യത്തെയും ഏറ്റവും കൂടുതൽ പോലീസ് മൃഗീയമായി പ്രവർത്തിച്ചിട്ടുള്ളത് പുന്നപ്ര വയലാർ സമരത്തിലായിരുന്നു. പുന്നപ്ര വയലാർ സമരത്തിൽ വാരിക്കുന്തം കയ്യിലേന്തി പോലീസിനെ നേരിട്ട സാധാരണ തൊഴിലാളികൾക്കു നേരെ പോലീസ് നടത്തിയിട്ടുള്ള നരനായിട്ട് നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം കൊല്ലത്തെ ശൂരനാട് എന്ന് പറഞ്ഞൊരു ദേശം വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് പരവൂർ നാരായണപിള്ള എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ജീവിച്ചിരുന്ന നാടാണ് കേരളം. അതിനുശേഷം അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകൾ, കേരളത്തിന്റെ നിയമസഭാ പ്രസംഗങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രസംഗമുണ്ട്.
ഒരു ചെറുപ്പക്കാരനായ MLA. ആ MLA അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകളിൽ പോലീസിന്റെ ലോക്കപ്പ് മുറിയിൽ അനുഭവിച്ച യാതനകളും കൊടിയ പീഡനങ്ങളും താൻ അന്ന് ധരിച്ചിരുന്ന വസ്ത്രം, ചോര പുരണ്ട വസ്ത്രം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ആ നിയമസഭയ്ക്കുള്ളിൽ പ്രസംഗം നടത്തി. അത് മറ്റാരുമായിരുന്നില്ല, അത് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയനാണ്. അതിനുശേഷം കാസ്റ്റിംഗ് മന്ത്രിസഭയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെയും യുവാക്കളെയും പോലീസ് വേട്ടയാടിയിട്ടുള്ളത്. കരുണാകരന്റെ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ കേരളത്തിലെ കോളേജ് ക്യാമ്പസുകൾ ആകമാനം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും പോലീസ് ആക്രമിച്ചിട്ടുണ്ട്. 92-96 കാലഘട്ടത്തിൽ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ നിങ്ങളിപ്പോൾ പലപ്പോഴും വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളൂ. പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ടിയർ ഗ്യാസ് ഷെല്ലും അതുപോലെ ജലബീരങ്കിയും ഉപയോഗിച്ചത് അക്ഷന്തവ്യമായ അപരാധമായി കാണുന്നു എന്ന് വന്ധ്യവയോധികനായ പ്രതിപക്ഷ നേതാവ്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഒരു സമരപന്തലിലിരുന്ന് ഒരു സമരം ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് നേരെ ടിയർ ഗ്യാസും ഗ്രനേഡും എറിഞ്ഞ പോലീസാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. കേരളത്തിലെ ഒരു നിരാഹാര സമരം നടത്തുന്ന വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ കൈത്തണ്ട സമരപന്തലിൽ കയറി തല്ലിയൊടിച്ച ഒരു ചരിത്രം കേരളത്തിനുണ്ട്. ആ വിദ്യാർത്ഥി മറ്റാരുമായിരുന്നില്ല, ഇന്ന് കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായിട്ടുള്ള സഖാവ് KN ബാലഗോപാലിനെ നിരാഹാര സമരം കിടക്കുന്ന സത്യാഗ്രഹ പന്തലിലേക്ക് കടന്നുകയറി ആക്രമിച്ച പോലീസാണ് കേരളത്തിലുള്ളത്. സഖാവ് P രാജീവിനെ എറണാകുളത്ത് സ്വാശ്രയ കോളേജ് സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയിട്ടുള്ള ഏറ്റവും ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് തന്റെ വസ്ത്രങ്ങളാകമാനം പിച്ചു ചീന്തിയ അവസ്ഥയിൽ പോലീസ് തൂക്കിക്കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹമാണ് കേരളത്തിന്റെ നിയമമന്ത്രി. അല്ല സാർ, ഇവിടുത്തെ ഒരു പ്രശ്നം, ഇവിടെ നിഷ്ക്രിയത്വമുള്ള ഒരു പോലീസായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, അവിടെ നിയമം കയ്യിലെടുത്തത് മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും DYFIക്കാരും CPM-കാരും SFIക്കാരും ഒക്കെ ആയിരുന്നു. അവിടെ പോലീസിന് എന്ത് റോൾ? അവിടെ പോലീസ് എന്ത് പണി ചെയ്തിട്ടാണ് അവർ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ ഇതുപോലെ രക്തരൂക്ഷിതമായി പോലീസ് ഈ പറയുന്ന ഗറില്ല വാർഫെയർ യുദ്ധം നടത്താൻ വരുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതയ്ക്കണമെന്നായിരുന്നു നിങ്ങൾ പറയുന്നത്. ഞാൻ ഈ എണ്ണി പറഞ്ഞത് കേരള ചരിത്രത്തിലുള്ള വിദ്യാർത്ഥി വിരുദ്ധ സമരങ്ങളെയും യുവജന വിരുദ്ധ സമരങ്ങളെയും പോലീസ് നേരിട്ടതിന്റെ കാര്യമാണെന്നേ. അല്ല, എവിടെയാണ് ഈ ഗറില്ല വാർഫെയർ യുദ്ധം നടന്നത്? കേരളത്തിന്റെ ഏത് നിരത്തിൽ എത്ര പേരുണ്ടായിരുന്നു? 2-3 പേർ റോഡിന്റെ സൈഡിൽ നിന്ന് കരിങ്കൊടി കാണിക്കാൻ ഒരുങ്ങുന്നവരെ ചെടിച്ചട്ടി കൊണ്ടും കല്ലുകൊണ്ടും മറ്റും ആക്രമിക്കുകയാണ് 10-25 പേർ ചേർന്ന്. അതിനാണ് പോലീസ് നോക്കി നിൽക്കുകയും നിഷ്ക്രിയമായി നിൽക്കുകയും ചെയ്തത്. അവിടെ ഗറില്ല യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാർ കേൾക്കുമ്പോൾ ചിരിക്കും സാർ. രഞ്ജിത്തെ, എന്തായിരുന്നു കോൺഗ്രസിന്റെയും UDF-ന്റെയും നവകേരള സദസ്സിനുള്ള നിലപാട്? ഞങ്ങൾ സഹകരിക്കില്ല. അതിന് സ്വാതന്ത്ര്യം കൃത്യമായി കോൺഗ്രസിനുണ്ട്, UDF-നുണ്ട്. സഹകരിക്കാതിരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിനും UDF-നും ഉള്ളപ്പോൾ അങ്ങനെ സഹകരിക്കാതിരിക്കുകയും മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച നവകേരള സദസ്സ് കണ്ണൂരിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് ആ സദസ്സിന് ലഭിച്ച ജനസ്വീകാര്യതയിൽ അസ്വസ്ഥത പൂണ്ട യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ പ്രതിപക്ഷ നേതാവും ഇത്തരത്തിലൊരു ഗറില്ല വാർഫെയർ മോഡൽ 2-3 ആളുകളെ സമരത്തിൽ ഈ മുഖ്യമന്ത്രിയുടെയും മറ്റും വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കുടി കാണിക്കാൻ പറഞ്ഞു വിടുകയായിരുന്നത്. അതിനെയാണ് ഞങ്ങൾ ഗറില്ല വാർഫെയർ സമരം എന്ന് പറയുന്നത്. ആത്മഹത്യാപരമാകുന്ന അത്തരം സമരങ്ങളല്ല കേരളത്തിന് ആവശ്യം. അവർക്ക് പ്രഖ്യാപിച്ചും നവകേരള സദസ്സിനോട് വിയോജിപ്പുണ്ട്. സദസ്സ് അലങ്കോലപ്പെടുത്തുന്നതിനാവശ്യമായി ഈ വാഹന വ്യൂഹത്തിലേക്ക് എടുത്തു ചാടി ആർക്കെങ്കിലും പരിക്കു പറ്റിയിരുന്നു എങ്കിൽ കേരളം നിന്നു കത്തുന്ന സാഹചര്യത്തിലേക്കും കേരളത്തിന്റെ ക്രമസമാധാന നില തകർക്കുന്നതിനു വേണ്ടിയും കൊണ്ടുപിടിച്ച ശ്രമമായിരുന്നു കോൺഗ്രസ് നടത്തിയത്. നിർഭാഗ്യകരമായ പ്രയോഗമാണ് ഇത്. ഇതേ പ്രതിഷേധമാണ് ഗവർണർക്കെതിരെ SFI നടത്തിയത്. അവരെ തല്ലാനും കൊല്ലാനും ഒന്നും ഒരു പോലീസും ചെന്നില്ല. ഗവർണർക്കെതിരെ നടത്തിയിട്ടുള്ള സമരം നിങ്ങൾ ചാലക്കുടി കണ്ടല്ലോ. ചാലക്കുടിയിൽ SFI DYFI നടത്തിയ സമരത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടല്ലോ. ഗവർണർക്കെതിരെ നടത്തിയിട്ടുള്ള സമരത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടല്ലോ. ഗവർണറുടെ ഉത്തരവുകൾ പാലിച്ചുകൊണ്ട് കേരളത്തിലെ പോലീസ് ഗവർണറെ സംരക്ഷിച്ചല്ലോ. കേരളത്തിലെ ഇത്തരം ഒരു വലിയ പ്രതിഷേധത്തിന്റെ ഘട്ടത്തിൽ കോഴിക്കോട് മിഠായി തെരുവ് പോലുള്ളൊരു സ്ഥലത്ത് ഗവർണർ സ്വതന്ത്രനായി ഇറങ്ങി നടന്ന് അദ്ദേഹം റോഡ് ഷോ നടത്തിയല്ലോ. എന്തെങ്കിലും സംഭവിച്ചോ? അപ്പോ അങ്ങനെ കേരളത്തിന്റെ ക്രമസമാധാന നില ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ ഏതു വിധേനയും ആക്രമണം നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ്
കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ശരി, ഒത്താശയോടുകൂടി യൂത്ത് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. ശരി. ഫർസീൻ മജീദ്, ഇവിടെ ഗറില്ല വാർഫെയർ ആണ് കഴിഞ്ഞ 44 ദിവസം കേരളത്തിന്റെ നിരത്തുകളിൽ നടന്നത്. അത് തടഞ്ഞ പോലീസിനെ ഈ തരത്തിൽ ആദരിച്ചേ പറ്റൂ. കാരണം അവർക്ക് കൊടുക്കണം, ഗുഡ് സർവീസ് സെന്റർ കൊടുക്കണം. അതുപോലെ പണിയെടുത്തവരാണ് നമ്മുടെ പോലീസുകാർ. തെരഞ്ഞു പിടിച്ച് കൃത്യമായ സേവനം നടത്തിയവർക്കും കുറച്ചുകൂടി മെച്ചപ്പെട്ട സേവനം നടത്തിയവർക്ക് പ്രത്യേക അവാർഡ് നൽകണമെന്നാണ് ADGP നിർദ്ദേശം ആ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ ഏറ്റവും ബഹുമാനനായ VM അസ്കർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം ഈ കേരളത്തിനകത്ത് 44 ദിവസമായി ഗറില്ല പോരാട്ടമാണ് നടക്കുന്നത് എന്ന് VM അസ്കർ തന്നെ പറയുമ്പോൾ ഈ നാടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ പോരാട്ടങ്ങളെക്കുറിച്ച് ഈ കേരളത്തിനകത്ത് ജനത കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ പോലീസിന് എന്തുകൊണ്ട് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകണം? കേരളത്തിലെ പോലീസ് ഇടുക്കിയിലെ വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ മൃഗീയമായി പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകണം. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെയുള്ള അവരുടെ ദുശ്ചെയ്തികൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന ഇടതുപക്ഷത്തിൻ്റെ കൂടി ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിന്, അവർ പറഞ്ഞതിനനുസരിച്ച് പോരാട്ടങ്ങൾ നടത്തിയതിന് അവർക്കെതിരെയും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഈ പോലീസിന്. പിന്നെ എന്തിന് പോലീസിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം? നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതാ ഒരു DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി ഞങ്ങളുടെ പോലീസ് വാഹനമാണ് ഇതെന്ന് പറഞ്ഞ് പോലീസ് വാഹനത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് പോലീസ് വാഹനത്തിന് മുകളിലേക്ക് കല്ലെടുത്ത് താഴെയെടുത്ത് പോലീസ് വാഹനം തകർക്കുകയാണ്. ഇതിനും കൊടുക്കണം കേരളത്തിലെ പോലീസിന് ഗുഡ് സർട്ടിഫിക്കറ്റ്. കാരണം എന്താ? കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നതിനനുസരിച്ച് തുള്ളിക്കൊടുക്കുന്ന ഒരു കേരളത്തിലെ പോലീസായി മാറുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. കേരളത്തിലെ കോടതി ഇന്നലകളിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും. കുറച്ച് പുറകിലോട്ടേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുക. വിമാനത്തിനകത്തൊരു പ്രതിഷേധം നടത്തിയതിൻ്റെ പേരിൽ ഈ പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഗൺമാനായിരിക്കുന്ന അനിൽകുമാറിനെതിരെ ഞങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങളൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസ് കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനകത്തും എടുത്തില്ല. അതിനുശേഷം ഞങ്ങൾ തിരുവനന്തപുരത്തെ കോടതിക്കകത്ത് പ്രൈവറ്റ് പെറ്റീഷനായി കൊടുക്കുകയും ആ കേസ് കേരളത്തിലെ കോടതി പ്രൈവറ്റ് പെറ്റീഷനിൽ സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാനായിരിക്കുന്ന അനിൽകുമാറിൻ്റെ പേരിൽ അന്നൊരു FIR രജിസ്റ്റർ ചെയ്തു. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് അനിൽകുമാറിനെതിരെ FIR ഇട്ടു. അതുപോലെ കഴിഞ്ഞ ദിവസവും ആലപ്പുഴയിലെ കോടതി അനിൽകുമാറിനൊരു FIR ഇട്ടു. കേരള പോലീസിനകത്തുള്ള മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്യൂരിറ്റിക്കകത്തുള്ള ഗൺമാനെതിരെ 1.5 വർഷത്തിനിടയിൽ 308 ഉൾപ്പെടെയുള്ള വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേരള പോലീസിനകത്തുള്ള ഒരു പോലീസുകാരനെതിരെ സാധാരണക്കാരും കൊടുത്തൊരു പരാതി, പ്രതിപക്ഷ യുവജന സംഘടന ലീഡർഷിപ്പിലുള്ള ആളുകൾ കൊടുത്ത പരാതി കേരളത്തിലെ പോലീസ് സ്വീകരിക്കാതെ വന്നപ്പോൾ കേരളത്തിലെ കോടതി പരാതി സ്വീകരിക്കേണ്ട സാഹചര്യം വന്നു. ഇതിനൊക്കെ അടിസ്ഥാനമാക്കി കേരളത്തിലെ പോലീസിന് പിണറായി വിജയൻ പറയുന്നതിന് പോലെ തുള്ളിക്കൊടുക്കുന്ന കേരളത്തിലെ പോലീസിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇതൊന്നും കൊണ്ട് കേരളത്തിലെ ജനതക്കോ കേരളത്തിലെ സാധാരണക്കാർക്കോ കേരളത്തിലെ പാവപ്പെട്ടവർക്കോ യാതൊരു ഉപകാരവുമില്ല. കേരളത്തിനകത്ത് പിണറായി വിജയൻ ഒരു നരാധമ യാത്ര നടത്തിയപ്പോൾ ആ യാത്രക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ പോലീസിനകത്ത് സെക്യൂരിറ്റി കൊടുത്താലും ഞങ്ങളാരും എതിർക്കാൻ തയ്യാറല്ല. പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് പോലീസ് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിനകത്ത് ഗുഡ് സർട്ടിഫിക്കറ്റ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് ആർക്കാ? കേരളത്തിലെ DYFIക്കാർക്കാണ്, കേരളത്തിലെ SFIക്കാർക്കാണ്, കേരളത്തിലെ CPMന്റെ ഗുണ്ടകൾക്കാണ്. കാരണം എന്താ? പോലീസ് ഒരു പണിയെടുത്തിട്ടില്ല. പോലീസ് എന്തെങ്കിലും രൂപത്തിലുള്ള പണിയെടുത്താലല്ലേ അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. കേരളത്തിലെ പോലീസ് എടുക്കേണ്ട പണി മുഴുവൻ ഈ 44 ദിവസം എടുത്തിരിക്കുന്നത് ആരാ? DYFIക്കാരും SFIക്കാരും കേരളത്തിനകത്ത് ഈ CPMന്റെ ഗുണ്ടകളുമായിട്ടുള്ള ആളുകളാണ്. സത്യത്തിൽ പിണറായി വിജയൻ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞ ഗുണ്ടകൾക്കൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ കേരളത്തിലെ പോലീസിന് കൊടുക്കാൻ പാടുള്ളൂ. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയേറെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് പഴയങ്ങാടിയിൽ നിന്ന് തുടങ്ങിയ ഈ ഒരു തെരുവ് യുദ്ധം ആരുണ്ടാക്കിയതാണ്? നേരത്തെ VM അസ്കർ ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടു. തെരുവ് യുദ്ധം ആരാണ് ഇവിടെ ഗറില്ല പോരാട്ടമൊക്കെ നടത്തിയത്? നേരത്തെ വലിയ വായിൽ സംസാരിക്കുന്നത് കേട്ടു. ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരെ കരുണാകരൻ്റെ പോലീസ് വേട്ടയാടിയതും UDFിലെ ഗവൺമെൻറ് വേട്ടയാടിയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഈ വേട്ടയാടുകളൊക്കെ ഉണ്ടായത് എന്തിൻ്റെ പേരിലാണ്? നിങ്ങൾ വലിയ പോരാട്ടങ്ങൾ ഇതിനകത്ത് വെച്ച് നടത്തിയതിൻ്റെ പേരിലാണോ? അല്ല. നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പോഴത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പണ്ട് നടത്തിയ പോരാട്ടം ഒളിഞ്ഞു നിന്ന്
മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടിയത് കൊണ്ട് തന്നെയാണ് ഇതിനൊക്കെ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ നടത്തിയ സമരങ്ങൾ വലിയ ഈ നാടിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും ഞങ്ങൾ നടത്തുന്നത് ഒക്കെ ഈ ഒന്നിനും കൊള്ളാത്ത സമരമായിട്ട് മാറ്റുന്ന ഈ ഒരു ഗതിയെ മാറ്റിക്കൊണ്ടുവരേണ്ടത് ഈ നാടിന് ആവശ്യമാണ്. ശരി, സക്കറിയ ജോർജ്, ഇവിടെ നമുക്കറിയാം 44 ദിവസം മന്ത്രിപ്പട മുഴുവൻ കേരളം മുഴുവൻ സഞ്ചാരത്തിലായിരുന്നു. അവർക്ക് വിശ്രമമില്ലാതെ, ഉറക്കമില്ലാതെ, ലീവ് എടുക്കാതെ സുരക്ഷയൊരുക്കിയ പോലീസ് സംവിധാനമുണ്ട്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ പോലീസിനൊന്നും ചെയ്യേണ്ടി വന്നില്ല, കൂടെ നടക്കുക മാത്രമാണ്. കാര്യങ്ങൾ ചെയ്തു വെച്ചത് SFIക്കാരും CPMകാരും ഒക്കെയാണ്, DYFIക്കാരും ഒക്കെയാണ്. അങ്ങനെ അശ്രാന്ത പരിശ്രമം നടത്തി എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ സർക്കാരിന് ബോധ്യമുള്ള പോലീസിന് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കേണ്ടതല്ലേ? നമുക്ക് ആദ്യമായിട്ട് ഈ നവകേരള സദസ്സിനെ പറ്റിയിട്ടൊന്ന് ചിന്തിക്കാം. കാരണം ഇങ്ങനൊരു മീറ്റിംഗ് നടത്തി ആദ്യമേ പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ മാധ്യമങ്ങളെല്ലാം കണ്ടതാണ്, പരാതികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. കോട്ടയത്തെത്തി പാലായിൽ ചെന്നപ്പോൾ ശ്രീ തോമസ് ചാഴിക്കാടൻ എന്തോ അങ്ങനെ സൂചിപ്പിച്ചപ്പോൾ പരാതി പറഞ്ഞപ്പം അതല്ല എന്നുള്ള ഒരു അർത്ഥത്തിൽ മെസ്സേജ് തന്നു. അപ്പൊ പിന്നെ പറഞ്ഞു കേരളത്തിലെ പുത്തൻ ആശയങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരാതി നിവേദനമായി ആ നിവേദനം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടുത്തെ ഏറ്റവും തലച്ചോറുള്ള വ്യക്തികളുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്തിട്ട് ഒരു നവകേരളം, പുത്തൻ കേരളം, നമ്മളാരും ഒരിക്കലും സാധാരണഗതി സ്വപ്നം കാണാത്ത ഒരു കേരളം ഉണ്ടാക്കാനാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ യാത്രയിൽ കോടികൾ ചിലവായിട്ടുണ്ട്, പോലീസ് മാൻ പവർ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വൈറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യണം സർക്കാർ. ഇതിൽ നിന്ന് കിട്ടിയ ആശയം എന്താണെന്ന് ജനത്തിനെ, ഇത് ഒരു റെസ്പോൺസിബിൾ ഡെമോക്രസിയുടെ ഭാഗമാണെങ്കിൽ ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തണം. ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ഈ ചർച്ചയിൽ കിട്ടി, ഇനി ഒരു പുത്തൻ കേരളം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് മിസ്റ്റർ ഹസ്കർ പറഞ്ഞ പോലൊക്കെ ഒരു കാര്യമാണെങ്കിൽ ജനത്തിനെ ബോധ്യപ്പെടാം. ഇൻഫോംഡ് സിറ്റിസൺറി ഉണ്ട്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് അധിപന്മാർ. അപ്പൊ തീർച്ചയായിട്ടും അവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം പാർട്ടി, ഏത് രാഷ്ട്രീയ പാർട്ടിയാണേലും, UDF, LDF, NDO എന്നൊന്നുമല്ല, മാസ്റ്റേഴ്സ് എപ്പോഴും ജനങ്ങളാണ്. അത് ഒട്ടുമുക്കാൽ നല്ല സുപ്രീം കോടതി വിധികളിലെല്ലാം അത് പരാമർശിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ മാസ്റ്റേഴ്സ് ഓഫ് ദ ഡെമോക്രസിയെ ബോധ്യപ്പെടുത്തണം. ഒരു വൈറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്തിട്ട് ഇതിൽ നിന്ന് എന്തെല്ലാം ആശയമാണ് കിട്ടിയത്. അതോ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തപ്പോഴേ നമുക്കറിയാം ഇവിടെ എല്ലായിടത്തും അഴിമതിയാണ്. ഏത് സർക്കാർ ഓഫീസിലാണ്? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പരിചയക്കാരൻ പറഞ്ഞു, ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷൻ 2500 രൂപയാണ് ഒരു പോലീസുകാരൻ വാങ്ങിയത്. കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രത്ത് വന്നപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഫ്ലോട്ടിംഗ് മിനിസ്ട്രി, ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസ് 100% അഴിമതിരഹിതമായ സർക്കാർ ഓഫീസാണെന്ന് ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടോ? മൂന്നാറിലെ ഭൂമി സർക്കാരിൻ്റെ വീണ്ടെടുക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ദിസ് പ്രോപ്പർട്ടി ബിലോങ്സ് ടു ഗവൺമെൻറ് ഓഫ് കേരള, നോട്ട് ട്രസ്പാസിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസ് കേരളത്തിൽ എഴുതി വെക്ക്. ഒരു ഓഫീസും നമുക്ക് എഴുതി വെക്കാൻ പറ്റത്തില്ല. ഞാൻ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ആ അഴിമതി രഹിത പ്രവർത്തനത്തിനുള്ള സംഘടനയുടെ ഭാഗം കൂടാണ് ഞാൻ. നമുക്ക് എവിടെ കാണാൻ പറ്റും? എല്ലായിടത്തും അഴിമതിയാണല്ലോ. ഒരു ഓഫീസ് ഇങ്ങനൊരു യാത്ര നടത്തിയിട്ട് അദ്ദേഹം ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് സർക്കാർ ഓഫീസിലെ അഴിമതികളുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കണം. കാരണം എങ്കിലേ ഇക്വാലിറ്റി ബിഫോർ ലോ ഉള്ളൂ. പണമുള്ളവനും പാവപ്പെട്ടവനും തമ്മിൽ ഇടതുപക്ഷം കൂടുതലും പാവപ്പെട്ടവരുടെ സൈഡിലാണ് നിൽക്കുന്നത്. അവർക്ക് സർക്കാർ ഓഫീസിൽ നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ അഴിമതി തുടച്ചു മാറ്റിയേ പറ്റുള്ളൂ. അഴിമതി തുടച്ചു മാറ്റുന്ന ഒരു പ്രക്രിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യും, ഒരു സംശയമില്ല. കാരണം നമുക്ക് സമത്വസുന്ദരമായ ഒരു ലോകം വേണമെങ്കിൽ അഴിമതി ഇല്ലാതാകണം. ഗാന്ധിജി പറഞ്ഞു, ഐ ഫോട്ട് ഫോർ ഫ്രീഡം, വിൽ യു ഫൈറ്റ് ഫോർ എ കറപ്ഷൻ ഫ്രീ ഇന്ത്യ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കറപ്ഷൻ ഈസ് ആൻ ഒഫൻസ് അഗൈൻസ്റ്റ് എ നേഷൻ, രാജ്യദ്രോഹ കുറ്റമാണ്. അത് നമ്മുടെ ദിവസവും എല്ലാ ദിവസവും ഏത് സെക്കൻഡിലും നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നടക്കുന്ന ഒരു ഇടത്ത് ഇങ്ങൊരു യാത നടത്തിയിട്ട് നവകേരളം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ആൾക്കാരൊന്നും ഇത് വിശ്വസിക്കത്തില്ല. പിന്നെ പാർട്ടി ഓഫീസിൽ അവരുടെ കേഡർ ക്ലാസ്സിലൊക്കെ പറയാം പുത്തൻ സൂര്യൻ, പുത്തൻ വെളിച്ചം, അതുപോലെ നവകേരളം എന്നൊക്കെ പറയുമ്പോൾ അവിടെ വിശ്വസിക്കും. പക്ഷെ അല്ലാതെ ബ്രെയിനി ആയിട്ടുള്ള തലച്ചോറുള്ള വിദ്യാസമ്പന്നരായ ഒരു കേരള ജനതയും ഈ കാര്യം വിശ്വസിക്കില്ല. നമുക്ക് തിരിച്ച് ചിന്തിക്കാം. ഗവർണൻസ് എപ്പോഴും ഗുഡ് ഗവർണൻസ് ആയിരിക്കണം. നമുക്ക് പൂർ ഗവർണൻസിൽ നിന്ന് ബെറ്റർ ഗവർണൻസിൽ നിന്നും ബെസ്റ്റ് ഗവർണൻസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി നല്ല കാര്യം തന്നെയാണ്. ഇവരെയൊക്കെ കണ്ടിട്ട് എവിടാണ് അഴിമതി, എവിടാണ് അക്രമം, അനീതിയുള്ള ജനങ്ങൾക്ക് എവിടാണ് സങ്കടം, ഇതെല്ലാം പരിഹരിച്ചു പോകണം. അപ്പം പിന്നെ ഇപ്പോൾ പറയുന്നു ഇവിടെ ടെററിസ്റ്റ് അറ്റാക്ക് മാതിരി നമ്മൾ പണ്ട് കണ്ടതാ ADBയിൽ
ഇവിടെ എത്രയോ വണ്ടി തിരുവനന്തപുരത്തിട്ട് ഓടിച്ചിട്ട് കത്തിക്കുമായിരുന്നു. അപ്പൊ എല്ലാവരും ഇതൊക്കെ ചെയ്യും. ഇത് നേതാക്കന്മാർ വളരെ ബുദ്ധിപൂർവ്വം പുറമോട്ട് മാറി നിന്നിട്ട് പാവപ്പെട്ട അണികളെ കൊണ്ട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നു. അവരുടെ എക്സിസ്റ്റൻസിന് ദേ വാണ്ട് ടു ബി ഇൻ പവർ. അവർക്ക് അധികാരത്തിലിരിക്കണം. അധികാരത്തിലിരിക്കുമ്പോൾ അവർ കുറെ പിപ്പിടി വിദ്യയും കുറെ ചെപ്പിടി വിദ്യയും എല്ലാം കാണിക്കുക. അത് ഏത് പാർട്ടിയാണേലും ഇതൊക്കെ തന്നെയാണ്. അവസാനം അനുഭവിക്കുന്ന ആരാണ്? ഇവിടുത്തെ കോമൺ മാൻ ആണ്. ഇവർക്ക് ഇതിനൊന്നും കൺസേൺ ഇല്ല. ഈ കൺസേൺ ഇല്ലാത്തതിന്റെ കാര്യം എന്താണ്? നമുക്ക് ഡെമോക്രസിയിൽ ഒരു സർട്ടൺ പെർസെൻറ്റേജ് വോട്ട് കിട്ടിയാൽ മതി അധികാരത്തിൽ കയറാൻ. അപ്പോൾ അധികാരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 5 വർഷം ആസ്വദിക്കുവാണ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദ കോമൺ മാൻ. നികുതിദായകന്റെ കാശിലാണ് ഇവരെല്ലാം ജീവിക്കുന്നത്. ഇതൊക്കെ നമുക്ക് മാറണം. ജനങ്ങൾ പ്രബുദ്ധരാണിന്ന്. ജനങ്ങളെ പഴയ പോലൊന്നും പറഞ്ഞു പറ്റിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഗുഡ് സർവീസ് എൻട്രിയുടെ കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ കൊടുക്കുന്നത് നല്ലതാണ്. മുഖ്യമന്ത്രിയെ പേഴ്സണലായിട്ട് എവിടെയെങ്കിലും അറ്റാക്ക് ചെയ്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അല്ലെങ്കിൽ ഇതെല്ലാം പാർട്ട് ഓഫ് ദ ഡ്യൂട്ടിയാണ്. മുഖ്യമന്ത്രി പോകുമ്പോൾ കേരളത്തിൽ അദ്ദേഹത്തിനും മന്ത്രിസഭയ്ക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അത് ഡ്യൂട്ടിയാണ് തീർച്ചയായിട്ടും. നേരത്തെ ഒരു ഫുഡ് സർവീസ് എൻട്രി അനിൽകാന്ത് സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയിരുന്നപ്പോൾ കൊടുത്തിരുന്നു. അത് 63 പേർക്ക് കൊടുത്തു. അതിൽ 25/1/2022 കൊടുത്തത്. അന്നത്തെ TK വിനോദ് കുമാർ IPS ADGP ഇന്റലിജൻസിന് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഫീൽഡ് ഓഫ് വർക്കിനകത്ത് എഴുതിയേക്കുന്നത് കളക്ഷൻ ആൻഡ് ഡിസമിനേഷൻ ഓഫ് ഇന്റലിജൻസ് ഇൻ ദ സ്റ്റേറ്റ്. അത് വർഷങ്ങളായിട്ട് അദ്ദേഹം ADGP ഇന്റലിജൻസ് ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനകത്ത് 30 കിലോ സ്വർണമേ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളൂ. കസ്റ്റംസ് കമ്മീഷണർ പ്രിവെന്റീവിൻ്റെ റിപ്പോർട്ടിനകത്ത് അദ്ദേഹത്തിൻ്റെ പ്രൊസീഡിങ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട് 136 കിലോ സ്വർണം നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതെവിടാണ്? അതുപോലെ തന്നെ ഹൈക്കോടതി ഒരു പർട്ടിക്കുലർ കേസിനകത്ത് ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയുണ്ട്. ഈ എക്കണോമിയെ തകർക്കുവാണെങ്കിൽ UAPA വരും. നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇതൊന്നും കണ്ടുപിടിക്കാതെ എന്തായാലും ഈ പറയുന്ന കള്ളക്കടത്ത് നടത്തിയെന്ന് ഷോക്കോസ് നോട്ടീസ് എല്ലാം കൊടുത്ത് ഓടി ഓൾട്ടം പാട്ടം 2 പേരെയും കേട്ടിട്ട് അതിനകത്ത് ആൾക്കാരെല്ലാം കൊടുത്തിട്ടുള്ള ഒരു പ്രൊസീഡിങ്സ് ആണ്. നമ്മൾ പഴയ കരിമണൽ മാതിരി ഒന്നും ഇതിനെ പറയാൻ പറ്റത്തില്ല. കാര്യം ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഷോക്കോസ് നോട്ടീസ് കൊടുത്തു. സഫീഷ്യൻറ്റ് ടൈം കൊടുത്തിട്ടാണ് ആ ഓർഡർ ഇറങ്ങിയേക്കുന്നത്. ആ ഓർഡറിനകത്ത് ഇത്രയും സ്വർണം കണ്ടെത്താനുണ്ടെന്നും അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഫൈനും എല്ലാവർക്കും ഇട്ടിട്ടുണ്ട്. ആ പ്രൊസീഡിങ്സ് എല്ലാം പിന്നെ സോഷ്യൽ മീഡിയയിലും അത് പബ്ലിക് ഡൊമൈനിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പം ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ടുപിടിക്കണം. നമ്മുടെ എക്കണോമിയാണ് തകർക്കുന്നത്. എല്ലാ എയർപോർട്ടിലും ദിവസവും കള്ളക്കടത്താണ്. എന്തുകൊണ്ട് നമുക്ക് പഠിക്കുന്നില്ല? ഈ കള്ളക്കടത്ത് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് അതും പിന്നെ ഫെമ കേസിൻ്റെയും റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരം ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ചാർജ്. എന്തുകൊണ്ട് നമ്മൾ ഇത് തടയുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബെറ്റർ കള്ളക്കടത്ത് ഇല്ലാത്ത ഒരു കേരളത്തെ പറ്റി എന്തുകൊണ്ട് പറ്റുന്നില്ല? നമ്മൾ കള്ളക്കടത്ത് കഴിയുമ്പം എന്ത് വരുന്നു? റിച്ച് ബിക്കമിങ് മോർ റിച്ച്, റിച്ച് ബിക്കം റിച്ചർ ആൻഡ് പുവർ ബിക്കം പുവറർ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ വക കാര്യങ്ങളിലേക്ക് നോക്കിയിട്ട് അവിടെ ക്രിയാത്മകമായ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ഓക്കെ, നല്ലതാണ്. അടുത്തത് ശ്രീ മനോജ് എബ്രഹാമിനും കൊടുത്തു. അദ്ദേഹം ഇന്ന് ADGP ആണ്. അദ്ദേഹമാണ് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്, ഈ ഗുഡ് സർവീസ് എൻട്രി എന്നുള്ളത്. സാറിലേക്ക് വരാം, ദയവായി തുടരുക. ശ്രീ MK ഹരിദാസ്, ഇവിടെ ശ്രീ ചക്ര ജോർജ് പറഞ്ഞതുപോലെ ഇത് പാർട്ട് ഓഫ് ദ ഡ്യൂട്ടിയാണ് പോലീസിൻ്റെ. മുഖ്യമന്ത്രിയും മന്ത്രിപ്പടയും സംസ്ഥാനത്തുടനീളം യാത്ര ചെയ്യുമ്പോൾ അവരെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ട തരത്തിലുള്ള പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളത്. അതിനപ്പുറം എന്ത് സേവനം നടത്തിയിട്ടാകും ഈ പോലീസുകാർക്ക് ഈ ഗുഡ് സർവീസ് എൻട്രി എന്നുള്ള നിർദ്ദേശം, അത്തരത്തിലുള്ള ഉത്തരവ് ADGPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? അത് സർക്കാർ അതുകൊണ്ട് അർത്ഥം വെക്കുന്നത് എന്തായിരിക്കും? ഈ മനോജ് കെ എബ്രഹാമിന് ഗുഡ് സർവീസ് എൻട്രി കൊടുത്തു എന്നുള്ളത് ഈ സംസാരമധ്യേ വന്നതുകൊണ്ട് പറയുകയാണ്. ഇവിടെ ഇത് ലഭിക്കാൻ അർഹതയില്ലാത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിലൊരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു വ്യാജ പുരാവസ്തു തട്ടിപ്പുകാരൻ്റെ താവളത്തിൽ പോയിട്ട് അദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതൊക്കെ ധാർമ്മികത എന്നൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗുഡ് സർവീസ് എൻട്രി അദ്ദേഹം എനിക്കിതിന് അർഹതയില്ല എന്ന് പറയാനുള്ള ധാർമ്മികത അദ്ദേഹം കാണിക്കണം. നീ കൊടുക്കുന്നവർക്ക് ഉളുപ്പ് വേണം. ഇവിടെ ഈ ഇടതുപക്ഷ സഹയാത്രികൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നവകേരളം 36 ദിവസത്തിന് ശേഷമുണ്ടായ നവകേരളത്തിൻ്റെ പ്രത്യേകതകൾ അദ്ദേഹം എടുത്തു പറയുന്നതിൽ കൂട്ടത്തിൽ ഇതും കൂടി പറയൂ. 13 സബ്സിഡി സാധനങ്ങൾ കിട്ടാത്ത ക്രിസ്മസ് ചന്തകൾ കഴിഞ്ഞിട്ട് ജനങ്ങളത്
കൊള്ളവില കൊടുത്ത് വാങ്ങിയിട്ടുള്ളതാണോ സാർ ഈ നവകേരളം കൊണ്ട് 36 ദിവസം കൊണ്ടുണ്ടായിട്ടുള്ള പ്രത്യേകത? കർഷകർ അങ്ങേയറ്റം അവരുടെ ഉൽപ്പന്നങ്ങൾ കൃത്യമായ വിലയ്ക്ക് വിൽക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടടിക്കുന്ന വിവരങ്ങൾ ഈ വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണോ സാർ ഈ 36 ദിവസം കഴിഞ്ഞിട്ടുള്ള നവകേരളത്തിൻ്റെ പ്രത്യേകത? അതുപോലെ തന്നെ ഇവിടെ വിലക്കയറ്റം, ഈ നവകേരളം പുറപ്പെടുന്ന ദിവസം ഉണ്ടായിരുന്ന ഉള്ളി വിലയേക്കാൾ ഇന്ന് അതിന് 9 രൂപ കൂടിയിരിക്കുന്നതാണോ സാർ ഇവിടുത്തെ നവകേരള യാത്ര കൊണ്ടുള്ള പുരോഗതി? സാർ മറ്റൊന്നും വേണ്ട സാർ, 52 രൂപ ഉണ്ടായിരുന്ന ജയ അരിയുടെ ഇന്നത്തെ വില 56 രൂപയായതാണോ സാർ ഈ 36 ദിവസം കൊണ്ട് ഈ നാടിനുണ്ടായ അഭിവൃദ്ധി? നോക്കൂ, പ്രീതിയോ പക്ഷപാതപരമായ പെരുമാറ്റമോ ഇല്ലാതെ ഞാൻ എൻ്റെ ഈ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്തുള്ള 2 വാക്കുകളാണ്, പ്രീതിയോ പക്ഷപാതിത്വപരമോ. ഈ പക്ഷപാതിത്വപരം കാണിക്കാതെ കേരളത്തിൽ ഒരു മന്ത്രിസഭയും ഭരിച്ചിട്ടില്ല. ഉറപ്പ് പറയും, എല്ലാ മന്ത്രിമാർക്കും എല്ലാ മന്ത്രിസഭകൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഭരിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടനകളെ സംരക്ഷിക്കുകയും അത്തരം ചുമതലകളൊക്കെ ഭംഗിയായിട്ട് നിറവേറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇടതുപക്ഷ സഹയാത്രികനായ സാറ് പറഞ്ഞിട്ടുള്ളത് എന്താ? അതായത് ചോര പുരണ്ട ഷർട്ട് ഉയർത്തിക്കാട്ടിക്കൊണ്ട് പോലീസിൻ്റെ കിരാത മർദ്ദനങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചൊരു വ്യക്തിയാണെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുക മാത്രമല്ല, ഭരിച്ചുകൊണ്ടിരുന്ന UDF ഭരണത്തെ പൂർണ്ണമായി വിമർശിച്ചുകൊണ്ട് അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ വന്നാൽ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഇടതുപക്ഷം വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ കയറിയ ഒരു സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള പക്ഷപാതിത്വപരമായിട്ടുള്ള ഈ പെരുമാറ്റം ലോകം സർ ഒരു വിരൽത്തുമ്പിലാണ്. ഇലക്ട്രോണിക് യുഗത്തിന് വഴിമാറിയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഒരു വിരൽത്തുമ്പിലിരുന്നു കൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ നടക്കുന്ന എവിടെ സ്വിറ്റ്സർലാൻഡിൽ നടക്കുന്ന ഭൂമിയുടെ അങ്ങേയറ്റത്ത് നടക്കുന്ന കാര്യങ്ങൾ പോലും കാണാൻ സാധിച്ചിട്ട് ഈ ആലപ്പുഴയിൽ നടന്ന സംഭവം ഞാൻ കണ്ടില്ല, അതുകൊണ്ട് എനിക്കതിന് നടപടിയെടുക്കാൻ പറ്റില്ലെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി വിചിത്രമായൊരു ഭാഷയല്ലേ സാർ രചിച്ചിരിക്കുന്നത്? ആ വിചിത്രമായ ഭാഷ രചിക്കുന്നതിനപ്പുറമുള്ളൊരു സന്ദേശമാണ് ഈ ഗുഡ് സർവീസ് എൻട്രിയിലൂടെ നൽകിയിരിക്കുന്നത്. അങ്ങേയറ്റം മോശമായ സന്ദേശം, അങ്ങേയറ്റം മോശമായ കീഴ്വഴക്കം. കേരളത്തിലെ ഇത്രയും പരാജിതനായ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല സാർ. ഉറങ്ങിക്കിടന്നൊരു ചെറുപ്പക്കാരനെ 1-ാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറി 6-ാം മാസമാണ് ഇവിടെ ഈ നമ്മുടെ വരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയിട്ട് ചവിട്ടിക്കൊന്നത്. ആ യുവാവ് ചെയ്ത കുറ്റം എന്താണെന്നോ പിന്നീട് പറഞ്ഞത് ആൾ മാറിപ്പോയി എന്നാണ്. അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയിട്ട് രാജ്കുമാറിലൂടെ ഇങ്ങോട്ട് മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് അരുതാത്തത് ചെയ്ത പോലീസിനെ കൊണ്ടു നടക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ എങ്ങനെയാണ് സാർ സംരക്ഷിക്കുക? അതുപോലെ തന്നെ രഞ്ജിത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, അരുതാത്തത് ചെയ്തവർക്ക് എല്ലാ കാലത്തും പ്രോത്സാഹനവും ഇത്തരം സമ്മാനങ്ങളും നൽകി സംരക്ഷിക്കുന്ന വ്യക്തിയാണ് ഈ പിണറായി വിജയൻ എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ബെഹ്റ. ഇന്ന് നമ്മുടെ നികുതിപ്പണം 2.5 ലക്ഷം രൂപ ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് മെട്രോയുടെ MD ആയിരിക്കുന്നത്. ബെഹ്റയ്ക്ക് എന്ത് അർഹതയാണുള്ളത്? ഒരു പോലീസ് DGP ആയിരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ട് അഴിമതി ചെയ്തിട്ടുണ്ട്, സ്വജനപക്ഷപാതം ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല ഒരു തട്ടിപ്പുകാരൻ്റെ താവളത്തിൽ പോയി അവരുടെ ആതിഥ്യം സ്വീകരിച്ചിട്ട് ചെയ്യാവുന്ന മര്യാദകേട് മുഴുവൻ ചെയ്തിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എന്തിൻ്റെ പേരിലാണ് ഇദ്ദേഹം ആദരിച്ചുകൊണ്ട് 2.5 ലക്ഷം രൂപയുടെ ശമ്പളത്തിൻ്റെ ഒരു പോസ്റ്റ് നൽകിയിരിക്കുന്നത്? അപ്പോൾ ഇത് കേവലം ഗുഡ് സർവീസ് എൻട്രി എന്ന് പറയുന്നത് ഒരു ഇൻക്രിമെൻറ്റോ മറ്റോ കിട്ടാവുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണെന്ന് വിചാരിക്കുക. മറ്റത് അതല്ല, ഇവർക്ക് സംരക്ഷണം നൽകുകയും ഇവർ ചെയ്യുന്ന കാര്യങ്ങളെ ന്യായീകരിക്കുകയും ഇവരുടെ അരുതായ്മകൾക്ക് മുഴുവൻ കൂട്ടുനിന്നവരെ ഇവർ ഇതിനു മുമ്പ് സംരക്ഷിച്ചതിൻ്റെ തെളിവാണ് ഈ ADGP മനോജ് എബ്രഹാമിന് ഈ ഗുഡ് സർവീസ് എൻട്രി കൊടുത്തതും. അതുപോലെ തന്നെ ഇപ്പം അദ്ദേഹം റിട്ടയർ ആയി കഴിഞ്ഞാൽ ഈ ഭരണത്തിന് കീഴിൽ അദ്ദേഹത്തിന് ഉയർന്ന പോസ്റ്റ് ഒഴിച്ചു വെച്ചിട്ടുണ്ടാവുമായിരിക്കും. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ തലകുനിച്ച സംഭവമാണ്. ഒരു തട്ടിപ്പുകാരൻ്റെ താവളത്തിലെ നിത്യസന്ദർശകരായ ഇവർക്ക് അയാളൊരു തട്ടിപ്പുകാരനാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്ത് സംരക്ഷണമാണ് സാർ ഈ പോലീസിൽ നിന്ന് സാധാരണക്കാരായ നികുതിദായകർക്ക് ലഭിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ അങ്ങേയറ്റം നമ്മൾ EMSൻ്റെ കാലം തൊട്ട് പിണറായി വിജയൻ്റെ കാലം വരെയുള്ള കാലങ്ങളിലെ ഭരണം എടുത്തു നോക്കിയാൽ ഇത്രയും പരാജയപ്പെട്ട ഒരു ഭരണവുമില്ല, ഇത്രയും പരാജയപ്പെട്ട ഒരു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യലും നമ്മളൊന്നും കണ്ടിട്ടില്ല. സാർ അങ്ങ് പറഞ്ഞു, ഞാൻ ഇടതുപക്ഷ സഹയാത്രികനോടാണ് ചോദിക്കുന്നത്, ഗറില്ല വാർ പോലുള്ള ഒരു സമരമുഖത്തെ നേരിട്ടതാണ് പോലീസ്. ശരി സാർ, പോലീസ് നേരിട്ടോട്ടെ. പക്ഷെ അവിടെ എങ്ങനെയാണ് സാർ പാർട്ടിയുടെ യുവജന സംഘടനകളുടെ ആൾക്കാരെ ചെടിച്ചട്ടി എടുത്തടിക്കാനും ഹെൽമെറ്റ് അടിക്കാനുമുള്ളൊരു അവകാശം ആരാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത്? അവർക്കെതിരെ നടപടിയെടുക്കാതെ ഒരു ഷൂ എറിഞ്ഞതിൻ്റെ പേരിൽ കോടതിയിൽ പോയപ്പോൾ അങ്ങൊരു അഭിഭാഷകനല്ലേ സാർ? എന്താണ് കോടതി ചോദിച്ചത്? ഷൂ എറിയുന്നത് എങ്ങനെയാണ് വധശ്രമമാകുക എന്ന്. സാർ അങ്ങേയറ്റം അപലപനീയമല്ലേ സാർ ഇത്തരം കാര്യങ്ങൾ? അതായത് ഈ സംരക്ഷിക്കേണ്ടവരാണ് പോലീസുകാർ,
സംരക്ഷിക്കേണ്ടത് രണ്ട് കൂട്ടരെയും സംരക്ഷിക്കണം. ഈ പറഞ്ഞ പോലെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ KSU പ്രവർത്തകർക്ക്, കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അത് കരിങ്കൊടി പ്രതിഷേധമായാലും ഏത് തരത്തിലായാലും സർക്കാർ പരിപാടിയാണ്, പാർട്ടി പരിപാടിയല്ല, നമുക്കറിയാമത്. പക്ഷെ അവിടെ അവരെ അറസ്റ്റ് ചെയ്യുകയും മർദ്ദിക്കുകയും അവരെ പട്ടിയെ പോലെ തല്ലിയ, വല്ലാതെ ചെടിച്ചെട്ടിട്ടൊക്കെ തല്ലിയ ആളുകളെക്കെതിരെ കേസെടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പോലീസിന്റെ ഇരട്ടത്താപ്പ്. അത് ചില സ്വാധീനങ്ങളുടെ പുറത്താണ് എന്നുള്ള കാര്യവും വ്യക്തമാണ്. അങ്ങനെയുള്ള പോലീസാണ് ഇപ്പോൾ ഗുഡ് സർവീസ് എൻട്രി എന്ന സർക്കാർ ബഹുമതിക്ക് അർഹരാകുന്നത് എന്നതാണ് വിചിത്രം. രഞ്ജിത്തെ, കേരളത്തിന്റെ ആശയും പ്രതീക്ഷയുമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അതുകൊണ്ടാണ് രണ്ടാം തവണയും ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ നടാടെയായി കേരളത്തിൽ അധികാരത്തിലെത്തുന്നത്. അപ്പൊ സ്വാഭാവികമായും കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുകൾക്ക്, ഇടതുപക്ഷ പ്രവർത്തകർക്ക്, കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ഈ ഗവൺമെന്റ് അതിന്റെ സ്തുത്യർഹമായ സേവനം കൃത്യമായി നടപ്പിലാക്കണമെന്ന ആഗ്രഹമുണ്ടാകും. നവകേരള സദസ്സിനെ ബഹിഷ്കരിക്കാനും അതിൽ സഹകരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിനുണ്ട്. പക്ഷേ നവകേരള സദസ്സിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രീ VD സതീശന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ചില കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്നുള്ളതാണ് വലിയ പ്രശ്നം. ആയിരക്കണക്കിന് വരുന്ന DYFയുടെയും CPMന്റെയും പ്രവർത്തകർ നോക്കി നിൽക്കെ ആ നവകേരള സദസ്സിനെ അലങ്കോലപ്പെടുത്താൻ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചെന്ന് കണ്ടാൽ സ്വാഭാവികമായും DYFയുടെ പ്രവർത്തകർ പ്രതികരിക്കും. അതിനവരെ തെറ്റു പറയാനാവില്ല. നാളെ കേരളത്തിലെ DYFയുടെ സംസ്ഥാന സമിതിയുടെ സെക്രട്ടറി ഒരു പ്രഖ്യാപനം ഉണ്ടാക്കിയാൽ ഈ പറയുന്ന കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാർ ആരും തന്നെ കരിങ്കൊടി കാണിക്കില്ലെന്നൊരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാൻ കഴിയുന്ന സംസ്ഥാനമാണ് കേരളം. അതിനുള്ള കരുത്ത് DYFയ്ക്കുണ്ട്. അത് മനസ്സിലാക്കാതെയാണോ അങ്ങ് ഇത് പറയുന്നത്? അങ്ങ് കേരളത്തിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനല്ലേ? അപ്പൊ അങ്ങനെ ജനാധിപത്യ വിരുദ്ധമായുള്ള പ്രഖ്യാപനങ്ങളല്ല. പക്ഷെ 2-3 ആളുകൾ ചേർന്ന് നവകേരള സദസ്സിനെ അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായി സാറേ, എൻ്റെ പ്രശ്നം ഇത് എങ്ങനെയാണ് അലങ്കോലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവർ ഈ ബസ്സിൻ്റെ മുമ്പിൽ ചാടിയവരല്ല. ഈ പൊതുനിരത്തിൽ ഇപ്പോൾ നമുക്കറിയാം, നേരത്തെ സംസാരിച്ച അജയ് ജോലൊക്കെ ഈ സമീപത്ത് നിന്ന് ഈ നിരത്തിൽ നിന്ന് പ്രതിഷേധിച്ചവരാണ്. അത് അവരുടെ അവകാശമാണ്, സർക്കാർ പരിപാടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ അതിനെ തല്ലിച്ചതച്ചവരാണ്. തല്ലിച്ചതച്ചത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ ചെടിച്ചട്ടിയൊക്കെ വെച്ച് അടി തുടങ്ങിയപ്പോഴാണ് യൂത്ത് കോൺഗ്രസ്സുകാർ കൂടുതലായി പ്രതികരിച്ചു തുടങ്ങുന്നത്. അത് സാർ മനസ്സിലാക്കണം. അവസാനം കൊല്ലം എത്തേണ്ടി വന്നു തിരിച്ചടി കിട്ടാൻ. അത്രയും നാൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ പാവം പിടിച്ച പ്രവർത്തകർ അടി കൊള്ളുകയായിരുന്നു. അവരെ ഒന്നും തടയാൻ ഒരു പോലീസുകാരനും ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. രഞ്ജിത്തെ, കേരളത്തിന്റെ തെരുവുകളിൽ ആകമാനം ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാണിക്കുന്നതിന് എന്ത് സവിശേഷമായ സാഹചര്യമുള്ളത്? നവകേരള സദസ്സിനോട് സഹകരിക്കില്ലെന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. അല്ലെങ്കിൽ നവകേരള സദസ്സിൽ ആകമാനം ഇങ്ങനെ കരിങ്കൊടി കാണിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നോ യൂത്ത് കോൺഗ്രസും? അങ്ങനെ പ്രഖ്യാപനമൊന്നും ഇല്ല. ഒരു കല്യാശ്ശേരിയിലെത്തിയപ്പോൾ പൊടുന്നനെ അവർ പ്രഖ്യാപിച്ചതാണ് ഇങ്ങനെ കരിങ്കൊടി പ്രകടനം. അല്ല, കല്യാശ്ശേരിയിൽ അതിന് പ്രത്യേക സാഹചര്യമുണ്ട്. കരുതൽ തടങ്കലിൽ വെക്കാൻ തുടങ്ങി പ്രവർത്തകരെ, പ്രതിഷേധ ഭയന്ന്. അതിനുശേഷം അവരും പ്രതികരിച്ചു. അല്ല, അങ്ങനെ ഒരു കരുതൽ തടങ്കൽ കേരളത്തിൽ ആദ്യമായിട്ടാണോ? ഇതൊക്കെയാണ് പ്രശ്നം. കേരളത്തിൽ UDFന്റെ ഭരണകാലത്ത് കരുണാകരന്റെയും AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലത്ത് കേരളത്തിൽ നടന്നിട്ടുള്ള വിദ്യാർത്ഥി വിഭജന സമരങ്ങളുടെ കാലഘട്ടത്തിൽ എത്രയെത്ര കരുതൽ തടങ്കലുകളായി ഉണ്ടാക്കിയിട്ടുള്ളത്? എത്രയെത്ര നേതാക്കന്മാരെയും പ്രവർത്തകരെയുമായി കരുതൽ തടങ്കൽ വെച്ചിട്ടുള്ള. അപ്പോഴൊക്കെ തന്നെ സർക്കാർ നടത്തുന്ന പരിപാടിയെ ആകമാനം അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടി അന്നത്തെ യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ ശ്രമിച്ചിട്ടുണ്ടോ? നാം താരതമ്യ പഠനം നടത്തണമെന്നേ. നാം ചരിത്രത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രം നമ്മെ പലതും ഓർമ്മപ്പെടുത്തുകയും തിരുത്താൻ ആവശ്യപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള നിർണായക വിവരങ്ങൾ നൽകുകയുമാണ് ചരിത്രത്തിൽ. അതാണ് ഫർസീൻ. അതായത് ഒരു ആഹ്വാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും തടയാൻ അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ചു. അവിടെ DYFIക്കാർ തടഞ്ഞു, പ്രതിഷേധിച്ചു, പ്രതിരോധിച്ചു. അതാണ് ന്യായം ശ്രീ ഹസ്കർ പറയുന്നത്. ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേവലം DYFIക്കാരുടെയും SFIക്കാരുടേതും ഇടതുപക്ഷക്കാരുടെയും മാത്രം മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹം ധരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നത്. BM ഹസ്കർ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ നവകേരള യാത്രയെ ബഹിഷ്കരിച്ചതിനപ്പുറത്തേട്ട് ഇത് കയറി ആക്രമിക്കുകയാണ്, ഇതിനെ കയറി പൊളിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസും KSUവും കോൺഗ്രസും ഒക്കെ തീരുമാനിച്ചതാണ്. അങ്ങനെയല്ല സംഭവിച്ചത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. കല്യാശ്ശേരിയിൽ വെച്ചിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമാരെ 2 പേരെ, വനിത ഉൾപ്പെടെ മഹിത എന്നു പേരുള്ള കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റിന് ഉൾപ്പെടെ കരുതൽ തടങ്കലിൽ വെക്കുകയാണ്. എന്താ കാരണം കരുതൽ തടങ്കലിൽ വെക്കാൻ? ഒരു കാരണവുമില്ലാതെ ഈ നവകേരള സദസ്സ് എന്ന പരിപാടിയെ കേരളത്തിനകത്ത് UDF ബഹിഷ്കരിച്ചു
ബഹിഷ്കരിച്ചു, കോൺഗ്രസ് ബഹിഷ്കരിച്ചു തീരുമാനിച്ചു. അതിന് കാസർഗോഡിലെ 5 മണ്ഡലങ്ങൾ പിന്നിട്ടല്ലേ പയ്യന്നൂരും കഴിഞ്ഞല്ലേ കല്യാശ്ശേരിയിലെത്തിയത്. കല്യാശ്ശേരിയിലെത്തിയപ്പോൾ അവിടെ അനാവശ്യമായി അകാരണമായി കരുതൽ തടങ്കലിൽ വെച്ച പ്രവർത്തകർക്കെതിരെ അതിനുണ്ടായ വികാരമാണ്, അതിനുണ്ടായ റിഫ്ലക്ഷനാണ് അവിടെ ഉണ്ടായിട്ടുള്ള കരിങ്കൊടി പ്രതിഷേധം എന്ന് പറയുന്നത്. ആ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ഇവിടുത്തെ DYFI ശ്രമിച്ചപ്പോൾ, ഇവിടുത്തെ CPM ശ്രമിച്ചപ്പോൾ അവിടെ വെച്ച് യൂത്ത് കോൺഗ്രസും ഒരു പ്രഖ്യാപനം നടത്തി. കേരളം മുഴുവൻ യൂത്ത് കോൺഗ്രസും കരിങ്കൊടി കാണിക്കുമെന്ന്. അത് പയ്യന്നൂർ മുതൽ അല്ലെങ്കിൽ പഴയങ്ങാടി മുതൽ തിരുവനന്തപുരം വരെ ഈ കേരളത്തിനകത്ത് പിണറായി വിജയൻ കണ്ടു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. നേരത്തെ ഇവിടെ VM അസ്കർ സൂചിപ്പിക്കുന്നത് കണ്ടു. ആരാണിത് ഇവരെ അലങ്കോലപ്പെടുത്താൻ അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ DYFIയും കേരളത്തിലെ CPM ഒക്കെ അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവർ കാണിക്കുമോ, ഇവർ പിന്നെ കരിങ്കൊടി കാണിക്കാൻ ഇവിടെ ഉണ്ടാവുമോ എന്നൊക്കെ VM അസ്കർ ഇവിടെ ചോദിക്കുന്നത് കേട്ടു. ഞങ്ങൾ പിണറായി വിജയനെതിരെ പ്രതിഷേധിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇനി പിണറായി വിജയൻ അങ്ങ് അന്തർവാഹിനിക്കകത്തോട്ട് യാത്ര ചെയ്യാൻ തീരുമാനിച്ചാലും അത് പ്രതിഷേധിക്കാൻ തീരുമാനിച്ച് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അത് പ്രതിഷേധിക്കുമെന്നുള്ള കാര്യത്തിനകത്ത് ഒരാൾക്കും ഇവിടെ സംശയം വേണ്ട. അത് ഒരുപക്ഷെ പിണറായി വിജയന് മനസ്സിലായിട്ടുണ്ടാവും അതെങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുമെന്നുള്ള കാര്യം. അതവിടെ നിൽക്കട്ടെ. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഈ നവകേരള നരാധമ യാത്ര കൊണ്ട് ഇതിപ്പോൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞല്ലോ, ഇനിയാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഈ കേരള നരാധമ യാത്ര കൊണ്ട് ഈ കേരളത്തിനകത്ത് ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ഒരു ഉപകാരം കിട്ടിയോ? ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയോ? ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോവുക കേരളത്തിനകത്ത്. നേരത്തെ ഇന്ന് രാവിലെ മുതൽ ഒരു പത്രമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുക. എന്താണ്? കണ്ണൂർ ജില്ലക്കകത്തെ ഒരു സാധാരണക്കാരൻ, ഞാൻ പറയുന്നത് ഒരു സഖാവ് തന്നെ ഈ നവകേരള യാത്രയിൽ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് കൊണ്ട് ഒരു പരാതി കൊടുക്കുക. 3,97,000 രൂപ ഒരു ബാങ്കിനകത്ത് കുടിശ്ശികയായി ജപ്തി ഉൾപ്പെടെയുള്ള നടപടികളായി മുന്നോട്ട് പോകുമ്പോൾ ഇതാ എൻ്റെ ജപ്തി ആയി മുന്നോട്ട് പോകുകയാണ്, എനിക്കൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു സഖാവ് കണ്ണൂർ ജില്ലയിലെ പരാതി കൊടുത്ത് മുന്നോട്ട് പോയപ്പോൾ കണ്ണൂരിനകത്തെ രജിസ്ട്രാർ ഓഫീസിനകത്തുനിന്ന് ഒരു കത്ത് വന്നിരിക്കുകയാണ്. 3,97,000 രൂപക്ക് 537 രൂപ നിങ്ങളുടെ കുടിശ്ശികയിൽ നിന്നും കുറച്ചിട്ടുണ്ട്, നിങ്ങൾ വളരെ പെട്ടെന്ന് അത് അടച്ച് അതിനെ റെസീറ്റ് കൈപ്പറ്റണം, അല്ലെങ്കിൽ നിങ്ങൾ വീട് ജപ്തി ചെയ്ത് പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ VM അസ്കറിനെ പോലെയുള്ള ഇടതുപക്ഷ സഹയാത്രികരോട് കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇതിനെ എത്രയൊക്കെ വെള്ളപൂശാൻ ശ്രമിച്ചാലും ഈ നാടിനകത്ത് 537 രൂപ ഒരു സാധാരണക്കാരന് കൊടുക്കുന്ന നവകേരള യാത്ര, ആ നവകേരള യാത്രയിലേക്ക് ഓട്ടോ പിടിച്ച് പോകണമെങ്കിൽ 150 രൂപ വേണം. അവിടെ ഉച്ചവരെ നിന്ന് വെയിൽ കൊണ്ടതിനകത്ത് ഒരു 30 രൂപേൻ്റെ ചായ കുടിക്കണ്ടേ? ഇതൊക്കെ കഴിഞ്ഞ് 250 രൂപയും കഴിഞ്ഞിട്ട് ഈ സാധാരണക്കാരന് കേരളത്തിനകത്ത് എന്ത് കിട്ടിയെന്നാണ് VM അസ്കറിനെ പോലെയുള്ള ആളുകൾ പറയുന്നത്. ഇതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചത്, ഇതിനെതിരെയാണ് ഇവിടുത്തെ KSU പ്രതിഷേധിച്ചത്, ഇതിനെതിരെയാണ് ഇവിടുത്തെ സാധാരണക്കാർ പ്രവർത്തിച്ചത്. ഒരു മിനിറ്റ്, ഇതിനകത്ത് യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും മാത്രമല്ല വേട്ടയാടിയത്. സാധാരണ എറണാകുളത്ത് വെച്ചിട്ട് ആരെയും വേട്ടയാടിയത് സാധാരണ പ്രവർത്തകരെയാണ്, സാധാരണ ഒരു രാഷ്ട്രീയമില്ലാത്ത ആളുകളെയാണ് വേട്ടയാടി ആക്രമിച്ചത്. ഇത് ആക്രമിക്കുന്നത്? DYFIക്കാരെ ആക്രമിച്ചത്. മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കാൻ ഇറങ്ങിയപ്പോൾ അതിനെ വേട്ടയാടാൻ തീരുമാനിച്ചപ്പോൾ ഇവിടെയുള്ള പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ചതാരാ? ഇതിനെയൊക്കെ ഈ രൂപത്തിലൊക്കെ കൊണ്ടുപോകുന്നത് പിണറായി വിജയൻ 2ാം തവണ അധികാരം കിട്ടിയെന്ന അഹങ്കാരത്തിനകത്ത്. ഈ അഹങ്കാരം ഇവിടെ അവസാനിക്കാൻ പോവുകയാണെന്നുള്ളത് VM അസ്കറിനെ പോലെയുള്ള ഇടതുപക്ഷ സഹയാത്രികരോട് പറയാതിരിക്കാൻ വയ്യ. ശരി, സക്രിയ ജോർജ്, ഇവിടെ പോലീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പോലീസാണ്, സർക്കാരും എല്ലാവരുടെയും സർക്കാരാണ്. അവിടെ ഈ 2 കൂട്ടരെയും സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള ആളുകളാണ് പോലീസ്. പക്ഷെ അത് നവകേരള യാത്രയിൽ നമ്മൾക്ക് ഈ പോലീസിനെതിരെ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം അതാണ്. ഒരു ഭാഗത്ത് മാത്രം സംരക്ഷണം, മറുഭാഗത്ത് തല്ലാൻ അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ട് ഈ പോലീസിനെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് വഴി പോലീസിന്റെ മൊറയിൽ നശിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും ഇങ്ങനെ പോലീസിന് കേരള പോലീസ് മാനുവല് അത് 1969 ഇറങ്ങിയതാണ്. അത് അസംബ്ലി വെച്ച് നോട്ടിഫൈഡ് റൂളാണ്. അതിനകത്ത് പറയുന്നുണ്ട് 3 years. പക്ഷെ ഒരു തത്വദീക്ഷയും ഇല്ലാതെ, ഒരു മാന്യതയും ഒരു മര്യാദയും ഇല്ലാതെ, വളരെ മോശമായ ധാർമ്മിക മൂല്യം ഒട്ടുമില്ലാതെ അവരോട് ഇഷ്ടമനുസരിച്ച് പോലീസുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നു. അപ്പോൾ പോലീസുകാരെന്ത് ചെയ്യും? ഭരിക്കുന്നവരുടെ കൂട്ടത്തിൽ പക്ഷം ചേരും. അപ്പോൾ അവരുടെ ന്യൂട്രാലിറ്റി, അവരുടെ ഫെയർനെസ് നഷ്ടപ്പെടുന്നു. ഇത് വർഷങ്ങളായിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് 2017 ഒരു ഓർഡർ ഇറക്കി, ഒരു ഡാറ്റാ ബേസ് ഒക്കെ ഉണ്ടാക്കണമെന്ന്. ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഞാൻ തന്നെ ഒരു വിവരാവശ്യം ഇട്ടപ്പം പോലീസിന് വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ലെന്ന്. അപ്പം പിന്നെ അതിൻ്റെ അർത്ഥം എന്താ? പോലീസിനെ ഭരണകക്ഷിക്ക് വേണ്ടിയിട്ട് അവരുടെ സുപ്രീം കോടതി പറഞ്ഞ പോലെ പോലീസ് ഹാവ് ബിക്കം മിയർ ടൂൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി അൺസ്ക്രൂപ്ലസ് പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സ് എന്നാണെന്ന് പറഞ്ഞത്. അൺസ്ക്രൂപ്ലസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സിന് പോലീസിനെ സത്യവിരുദ്ധമായ കാര്യങ്ങളിലേക്ക് നിയമത്തെ നശിപ്പിച്ച് ചെയ്യാനും വേണ്ടി ചെയ്യുന്ന കാര്യം സുപ്രീം കോടതി പറഞ്ഞ കാര്യമാണ്. പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത്
സുപ്രീം കോടതി കണ്ടെത്തിയതാണ്. അപ്പോൾ ചിലപ്പോൾ പറയും സുപ്രീം കോടതി ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ പറയും വേണമെങ്കിൽ. പക്ഷേ സുപ്രീം കോടതിയിലെ നല്ല ജഡ്ജിമാരാണെങ്കിൽ അവിടെ വിളിച്ച് നിർത്തി മറുപടിയൊക്കെ പറയിപ്പിക്കുക. അതിനൊന്നും സംശയമൊന്നും വേണ്ട. കാര്യം രാജ്യത്ത് കൺട്രി ഹാവിങ് എ റിട്ടൺ കോഡ് ഈസ് സുപ്രീം, നോബഡി ഈസ് എബോവ് ഓർ ബിയോണ്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്ത് BR കപൂർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് കേസിനകത്ത് പറഞ്ഞാണ്. അപ്പോൾ രാജ്യത്തെ നിയമം അനുസരിക്കണം, അതനുസരിച്ച് പോകണം. പക്ഷെ അത് ചെയ്യാത്തതുകൊണ്ട് പോലീസ് പക്ഷം ചേരും. പിന്നെ പക്ഷം ചേർന്ന് കഴിയുമ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലാവും, അഴിമതിയും കൈക്കൂലിയും കാണിച്ചാൽ കുഴപ്പമൊന്നുമില്ല, രാഷ്ട്രീയക്കാർ പ്രൊട്ടക്ട് ചെയ്തോളൂന്ന്. അങ്ങനെ പോയി നമ്മുടെ ഇതെല്ലാം മൊത്തം മൂല്യങ്ങൾ ഇടിഞ്ഞ് നശിച്ച് നാശമായി നാരണക്കല്ലെന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഇവിടെ ഇൻഡിവിജ്വലായിട്ടുള്ള ഓഫീസർമാർ കഴിഞ്ഞ ഒരു ദിവസം ചർച്ചയിൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകനും പത്രപ്രവർത്തകൻ പറഞ്ഞു, ഇന്ത്യയിലെ സ്റ്റഡിയിൽ 6% ഒന്നുമല്ല 60% കൂടുതലായി. ഒരു ദിവസം റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞു 65 എങ്ങാണ്ടൊക്കെ പറഞ്ഞു കറപ്റ്റ് ആണെന്നുള്ള കാര്യം. എൻ്റെ വിജിലൻസ് എക്സ്പീരിയൻസും ഒക്കെ വെച്ച് ഇതിൽ കൂടുതൽ കറപ്ഷൻ ഉണ്ട് ഇവിടെ. പിന്നെ ഓരോരുത്തരൊക്കെ ഇൻഫ്ലുവൻഷ്യൽ ആണ്, അവരുടെ പേഴ്സണൽ കോണ്ടാക്ട്സും ഒക്കെ വെച്ചാൽ കാശ് വാങ്ങിക്കുകയില്ലെന്നും അല്ലാതെ നല്ല ഭയങ്കര കറപ്ഷനാണ് ഇന്ന് പോലീസിൽ നടക്കുന്നത്. കാര്യം പോലീസിന്റെ മൂല്യങ്ങൾ നശിപ്പിച്ചു. അതിന്റെ പ്രധാന കാരണം ഏറ്റവും മോശപ്പെട്ട ഒരാളെ സംസ്ഥാന പോലീസ് മേധാവിയാക്കി വെക്കും. അദ്ദേഹം എന്ത് ചെയ്യും, രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് താളത്തിനോട് ചാടി രാമ നമ്മളെ പഴയ 3-ാം പറയിലെ കമലഹാസന് കുരങ്ങ് കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കളിക്കുന്നു. അതിന് സീനിയോറിറ്റിയെ മറികടക്കുവാണ്. മിസ്റ്റർ അസ്കറിന് അറിയാം, പിന്നെ ഏറ്റവും സീനിയർ ജഡ്ജാണ് ചീഫ് ജസ്റ്റിസ് ആകുന്നത്, ഏറ്റവും സീനിയറായി അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറി ആകുന്നത്. പോലീസ് വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു തത്വദീക്ഷയും ഒരു മര്യാദയും ഇല്ലാതെ ഒരു ധാർമ്മിക മൂല്യവും ഇല്ലാതെ ജൂനിയർ ആയിട്ടുള്ള ആളിനെ പിന്നെ അയാൾ എന്തും ചെയ്യും. കാര്യം അയാൾക്ക് സൂപ്പർസീഡ് ചെയ്യാൻ പറ്റി. ഹേംരാജ് സിംഗ് ചൗഹാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് സുപ്രീം കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സീനിയർ ഈസ് ഓൾവേസ് സീനിയർ. സീനിയറിനെ മാറ്റാൻ പാടില്ല, സീനിയേഴ്സിനെ മാറ്റിയിട്ട് ജൂനിയറിനെ കൊണ്ടുവരുന്നു. അപ്പൊ എന്ത് പറ്റുന്നു, മോശപ്പെട്ട ആൾക്കാരെ അന്നത്തെ ചർച്ചയിൽ പറഞ്ഞാണ് 6% മോശമാണെന്ന് ഇന്ത്യയിലെ സ്റ്റഡി. എനിക്ക് അങ്ങനെ ഒരു സ്റ്റഡി അറിയില്ല. ഇന്ത്യയിലൊരു സ്റ്റഡി എങ്ങനെ നിർത്തണമെങ്കിൽ ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് PPND ന്യൂഡൽഹിയാണ് നടത്തുന്നത്. അങ്ങനെ ഒരു സ്റ്റഡി ഇല്ല. പിന്നെ ഈ മോശപ്പെട്ട ആൾക്കാരെ എന്ത് ചെയ്യും, ഏറ്റവും മേളിൽ കൊണ്ടിരുന്നു. അവിടെ കേരളം നശിച്ചു, നാശമായി പോയി. അതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതാണ് പ്രശ്നം. കാരണം ഏത് സർക്കാർ വന്നാലും ഈ കാര്യത്തിൽ ഒരു മാറ്റമില്ല. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട, അവർക്ക് യോജിക്കുന്ന, അവർ അനുസരിച്ച് നിൽക്കുന്ന ആളുകളായിരിക്കും പോലീസ് മേധാവികളാവുകയും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തുകയും ചെയ്യുക. അവിടെയാണ് ജനത്തിന് ആവശ്യമായ സേവനം ഒരു യൂണിഫോമായി ലഭിക്കാത്തൊരു സാഹചര്യം ഒരുങ്ങുന്നത്. അതായത് പോലീസ് എന്ന വാക്കിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ജനസേവകർ എന്നല്ലേ രഞ്ജിത്ത്? ജനങ്ങൾ സാമൂഹ്യ സേവകരാണവർ. അവർ ഈ പോലീസുകാരെന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ താളത്തിനനുസരിച്ച് തുള്ളുന്നവരാവരുത്. പക്ഷെ അനാദി മധ്യാന്ത കാലം മുതൽ, ഇപ്പോൾ കേരള 57 മുതൽ EMSന്റെ കാലം തൊട്ടിട്ട് ഇവിടുത്തെ ആ ചിട്ട മാറി. ഇവിടുത്തെ എന്നല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ജനാധിപത്യ മര്യാദകളെ മുഴുവൻ ലംഘിച്ചുകൊണ്ട് ഭരിക്കുന്നവരുടെ ചട്ടുകപ്പിടിയായിട്ട് ഇവിടുത്തെ പോലീസ് എന്നോ മാറിയിരിക്കുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് ഇവിടെ സുപ്രീം കോടതി വിധികളെ ഉദ്ധരിച്ചുകൊണ്ട് റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, പെഗാസസ് കേസുമായി ബന്ധപ്പെട്ട കേസ് കേൾക്കുമ്പോൾ സുപ്രീം കോടതിയിലത്തെ അന്നത്തെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് നീതിയും നിയമവും നടക്കുന്നു, അതിൻ്റെ കർത്തവ്യ നിർവഹണത്തോടെ നടക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ നീതിയും നിയമവും കർത്തവ്യ നിർവഹണത്തോടെ നടന്നു എന്ന് നികുതിദായകർക്ക് ബോധ്യപ്പെടുന്നിടത്താണ് അത് പ്രായോഗികമായിട്ട് നടന്നു എന്ന് വരുത്തി തീർക്കലേ, അല്ലാണ്ട് അത് നടന്നു എന്ന് പറയലല്ല, അത് ബോധ്യപ്പെടുത്തണം. ഇവിടെ പോലീസിൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ ഈ സുപ്രീം കോടതിയുടെ വിധി ഈ എന്താ പറയുക കാഴ്ചപ്പാട് ഉദ്ധരിച്ചുകൊണ്ട് പറയട്ടെ, ഈ പോലീസ് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നു എന്ന് ജനങ്ങൾക്ക് തോന്നണം. ഈ പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റത് മുതൽ നാളിതുവരെ ഇപ്പോൾ കോവിഡിൻ്റെ അവസാനം ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് ഈ കറുത്ത മാസ്ക് വയ്ക്കുന്നവരെയും കറുത്ത ഡ്രസ്സ് ഇടുന്നവരെയും ഇദ്ദേഹം പോകുന്ന വഴിയിൽ കാണരുത് എന്നൊരു ഉത്തരവ് വരെ, റിട്ടേൺ ഉത്തരവ് വരെ ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പോലീസ് ഇറക്കാനുണ്ടായ മാനദണ്ഡം എന്താണ് അദ്ദേഹം ഈ കറുപ്പിനെ ഭയപ്പെടുന്നത്? ഏറ്റവും ക്രൂരമായ പീഡനങ്ങൾ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ജയിലിൽ ഏറ്റുവാങ്ങിക്കൊണ്ട്
പോലീസിൻ്റെ ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചോരപുരണ്ട ഷർട്ട് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു ജനകീയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയത്? പിന്നെ ശ്രീ അസ്കർ പറഞ്ഞു രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ അധികാരത്തിലേറ്റിയത് ജനങ്ങൾ വിശ്വാസം കൊണ്ടാണെന്ന്. സാർ അതിപ്പോൾ എന്താണെന്നറിയോ സാർ, എറണാകുളത്തും താങ്കളുടെ നാട്ടിലൊക്കെ താങ്കൾ കണ്ടിട്ടുണ്ടാവും വീട്ടിലെ ഊണ് എന്ന് ബോർഡ് വെച്ചിട്ട് ഈ ഹോട്ടലുകാരൊരു പുതിയ പറ്റിക്കലുണ്ട്. വീട്ടിൽ ഊണ്, ഞാനും 1-2 പ്രാവശ്യം പറ്റിക്കലിന് വിധേയമായി. നമ്മൾ അവിടെ ചെന്നിട്ട് ഊണ് കഴിക്കായിരിക്കും വീട്ടിൽ ഊണല്ലേ എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ വിളമ്പി തരുന്നത് കാട്ടിലെ ഊണിനേക്കാൾ മോശമായിട്ടുള്ള ഊണാണ് വിളമ്പി തരുന്നത്. അങ്ങനെ ഭക്ഷണം കഴിച്ച ജനങ്ങൾ, വിഡ്ഢികളായ ജനങ്ങൾ, എന്നെപ്പോലുള്ള ജനങ്ങളെ പോലെയാണ് ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ അധികാരത്തിൽ കയറ്റിയ ജനങ്ങൾ ഇപ്പം പരിതപിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് റൈറ്റ് ഫോർ കോൾ ബാക്ക് എന്ന് പറയുന്ന ഒരു നിയമം നിലവിലില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ അതിൽ യാതൊന്നും ചെയ്യാൻ നിർത്തിയില്ല. ഇനിയും ഒരു 2.5 കൊല്ലം ഞങ്ങൾക്ക് സഹിക്കുകയേ നിവൃത്തിയുള്ളൂ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുന്ന ഈ മുഖ്യമന്ത്രി ശ്രീ രഞ്ജിത്ത്, ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കുക, സ്തുതിപാഠക വൃന്ദത്തിൻ്റെ അങ്ങേയറ്റം പിടിയിൽ അമർന്നു പോയതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഇദ്ദേഹത്തിന് നേരായ മാർഗത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കാൻ ആരുമില്ല. കാരണം താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, ലോകം മുഴുവൻ വികലാംഗരെ ആദരിച്ചുകൊണ്ടിരിക്കുകയാണ്. വികലാംഗർ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ടോയ്ലറ്റ്, ബസ്സിൽ കയറാൻ അവർക്ക് സംവിധാനം, അവർക്ക് സർക്കാർ ഓഫീസുകളിലേക്ക് കയറിപ്പോകാൻ റാമ്പ്, പിടി ഒക്കെ ഒരുക്കി കൊടുക്കുന്ന ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഒരു വികലാംഗനെ പോലീസ് തല്ലിച്ചതയ്ക്കുന്നത്, അല്ലെങ്കിൽ പോലീസിൻ്റെ ഡിവൈഎഫ്ഐയുടെ ആൾക്കാർ തല്ലിച്ചതയ്ക്കുന്നത് കാണുമ്പോൾ എന്താണ് നമുക്ക് തോന്നുന്നത്? എന്നിട്ട് പിറ്റേ ദിവസം അതിൻ്റെ ചർച്ചയിൽ എൻ്റെ ഒപ്പം ഇരുന്ന ഡിവൈഎഫ്ഐയുടെ നേതാവ് പറഞ്ഞത് എന്താണെന്നറിയോ? അദ്ദേഹം വികലാംഗനാണെന്ന് ഈ തല്ലിയവർക്ക് മനസ്സിലായില്ല. ഇനി വികലാംഗൻ അല്ലെങ്കിൽ തന്നെ തല്ലാൻ ആരാണ് അധികാരം കൊടുത്തത്? ഒന്നാമത് കാൽമുട്ടിന് താഴെ രണ്ട് ഭാഗം ഇല്ലാത്തൊരു വ്യക്തിയെ കണ്ട തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ ഈ ഡിവൈഎഫ്ഐക്കാരും അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസും മതപ്പതിച്ചോ? അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നവകേരള യാത്ര നടത്തേണ്ടത് ഈ വരാൻ പോകുന്ന 2024 തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ ആവശ്യമായിരുന്നു. അതിന് കേരളത്തിലെ നികുതിദായകരായ ജനങ്ങളെയും പ്രതിപക്ഷത്തെയും അടിച്ചൊതുക്കിക്കൊണ്ട് അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കൊണ്ടുപോയി സമാപിപ്പിക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ശ്രീ ഫർസീൻ മജീദ്, ശ്രീ സക്കറിയ ജോർജ്, ശ്രീ BN ഹസ്കർ ഈ ചർച്ചയുടെ ഭാഗമായതിന് പോലീസിന് ബഹുമതി, സർക്കാർ നിലപാട് ശരിയോ എന്നായിരുന്നു ചോദിച്ച ചോദ്യം. ശരിയാ എന്ന് 25% പേരും ശരിയല്ല എന്ന് 73% ആളുകളും നിഷ്പക്ഷരായി 2% ആളുകളും വോട്ട് ചെയ്തു. 33,000-ഓളം പേർ ഇതിൽ പങ്കെടുത്ത്, നമ്മുടെ PD പോളിൽ പങ്കെടുത്ത് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. ഇതോടുകൂടി പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നാളെ മറ്റൊരു വിഷയമായി എത്താം. നമസ്കാരം. ഈ പരിപാടി